ഞാനും സുലുവും കൂടി രാവിലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളത് കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകണം. അപ്പോൾ മിന്നു നേരത്തെ പോയി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആരുമില്ല സൂപ്പർ മാർക്കറ്റിൽ. പിന്നെ ആ ചേച്ചിയൊക്കെ വിളിച്ച് വരുത്തി സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് എനിക്ക് കുറേ പണിയുണ്ട്. എനിക്കാണെങ്കിൽ ഒന്നാമത് വയ്യ, ജലദോഷം, തലവേദന, പനി, ആകെ ക്ഷീണിച്ച് നിൽക്കുക. അതിൻ്റെ ഇടയിൽ എനിക്ക് ഒന്നാമത് ജലദോഷം കാരണം ശ്വാസം കിട്ടുന്നില്ല, പിന്നെ മാസ്ക് കൂടെ വെക്കേണ്ട അവസ്ഥ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാസ്കൊക്കെ മാറ്റിയാണ് ഞാൻ നിൽക്കണത്. ഇനി ഈ മാവൊക്കെ കുഴച്ച് ഞാൻ എൻ്റെ പ്രോഡക്റ്റൊക്കെ ആക്കി എടുക്കുമ്പോൾ ഒരു നേരമാവും. എല്ലാവരുടെ പണിയും പെട്ടെന്ന് കഴിഞ്ഞു, പക്ഷെ എൻ്റേത് മാത്രം ഇങ്ങനെ ഇരിക്കണതേ ഉള്ളൂ. മനഃപൂർവ്വം അല്ല, ശരിയാവാത്തതുകൊണ്ട്. അതേ പണിയൊക്കെ തീർത്തിട്ട് ഓരോരുത്തർ വെറുതെ ഫോണൊക്കെ നോക്കിയിരിക്കുക കേട്ടോ. സുലു മാത്രം കാര്യമായിട്ട് എന്തോ ലാപ്പിലും ഫോണിലുമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവന്മാരെ കണ്ട് പേടിച്ചിട്ടാണ് ഇവിടെ നിൽക്കണേന്ന്. അല്ല, ഇവന്മാർക്ക് ഭയങ്കര സ്നേഹമാണ്. വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെ പുറത്തിറക്കാറില്ല. അതുകൊണ്ടാണ് ഗേറ്റ് അടച്ചിട്ടേക്കുന്നത്. പക്ഷേ ദേൻ്റെ ലവളുമാരെ നിങ്ങൾ കണ്ടോ? ആ കയ്യും കാലും കാണിക്കുന്ന കണ്ടോ? അത് ശരിക്കും പേടിച്ചിട്ട് തന്നെ നിൽക്കുന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഒരു വഴിക്ക് ഞങ്ങൾ അവരെയൊക്കെ ഇറക്കി എടുത്തിട്ട് നടക്കുക കേട്ടോ. ഞാനത് പറഞ്ഞ് കളിയാക്കുക സുലുവിനെ. കളിയാക്കി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി അടുത്ത് വേറൊരു സ്ഥലത്ത് പോകണം. മറ്റവളന്മാർ രണ്ടുപേരും കൂടി നേരെ ഹോസ്റ്റലിലും പോകുന്നു. അപ്പം ഞാനും സുലുവും കൂടെ എന്ത് ചെയ്തു, നേരെ ഒരു കുടയൊക്കെ ആയിട്ട്, നല്ല വെയിലായിരുന്നു, നേരെ പോവാം DTDCയിലോട്ടാണ് പോകുന്നത്. പോണ വഴിക്ക് ഞങ്ങളൊരു ചർച്ച് കണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ചർച്ചായിരുന്നു. ഒരു കാം ആൻഡ് ക്വയറ്റ് ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കൊറിയർ ഓഫീസിൽ വന്നു. ആദ്യമായിട്ട് ഈ ഒരു ഏരിയയിലോട്ട് വരുന്ന ആദ്യമായിട്ടാണ്, കുറച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി. പിന്നെ കൊറിയറൊക്കെ എടുത്ത് ഞങ്ങൾ നടന്നു. ചെറിയൊരു ഗ്രാമപ്രദേശം പോലെയാണ്, അവിടെയൊക്കെ കാണാൻ നല്ല രസമാണ്. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യും, ATM ഒന്ന് കയറണമെന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും, ഓ ഇവൾ ഭയങ്കര പൈസക്കാരിയാണെന്ന്. അതേ ഗൈസ്, ഇടയ്ക്ക് ചില സമയത്തൊക്കെ ഞാൻ നല്ല പൈസക്കാരിയാണ്. പക്ഷെ അതൊക്കെ എങ്ങോട്ടേലും പോവും. വരുന്ന വഴിക്ക് ഒരു ഇഞ്ചി ഇട്ട കട്ടൻ ചായ പറഞ്ഞപ്പോൾ കിട്ടിയ സാധനമാണ്. ഇതെന്താണെന്ന് എനിക്കും മനസ്സിലായില്ല. എന്തായാലും നല്ല എരിവായിരുന്നു, ഞാൻ കുടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഹോസ്റ്റലിലോട്ട് വന്നു കേട്ടോ. വരുന്ന സമയത്താണ് ഈ ഒരു കുരുപ്പിനെ കണ്ടത്. ഇതിൻ്റെ എല്ലാം എന്ത് പറഞ്ഞാലും, ഹായ് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ബായ് അല്ലാണ്ട് ഇതൊന്നും പറയുന്നില്ല. ഇനി അതിന് നമ്മളടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല, പൊക്കോ എന്നുള്ള രീതിക്കാണോ എന്നും അറിയത്തില്ല. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ അതിൻ്റെ അടുത്ത് സംസാരിക്കാൻ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.